പ്രധാനമന്ത്രിയായി 64-ാം വയസ്സിൽ ചുമതല ഏറ്റെടുത്ത് വയസ്സ് 75-ലെത്തുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ അടയാളപ്പെടുത്താൻ നരേന്ദ്രമോദിക്കായി. അടിസ്ഥാന സൗകര്യ വികസനം, ദേശസുരക്ഷ, സാമ്പത്തിക വളർച്ച തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യത്തെ ലോകത്തിന്റെ ഒന്നാം നിരയിലെത്തിക്കാൻ ഈ 75-കാരനായി. ലോക നേതാവായി സ്വയം വളർന്നതിനൊപ്പം രാജ്യത്തെ വിശ്വഗുരുവായി ഉടച്ചുവാർക്കുന്നതിലും 75 വയസ്സിനിടെ നരേന്ദ്രമോദിക്കായി. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം, തുടർന്ന് RSS പ്രചാരകവും BJP നേതാവും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി വളർച്ച. 64-ാം വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിലെത്തി. നിലവിൽ 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാല്യത്തിൽ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു വന്നതിൻ്റെ അനുഭവ സമ്പത്ത്, RSS പ്രചാരകെന്ന നിലയിൽ സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന ജീവിതം, വികസനവും ഹിന്ദുത്വവും സമം ചേർത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി വളർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആരാധകരുടെ നമോയ്ക്ക് വയസ്സ് 75 പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും ഇന്ന് രാജ്യത്ത് ഇല്ല. 2014-ൽ ബാങ്കിംഗ് സൗകര്യങ്ങളില്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന ആശയം മുൻനിർത്തി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചു. ശുചിത്വവും ശൗചാലയ നിർമ്മാണവും പ്രധാന പ്രശ്നമായി ഉയർത്തി സ്വച്ഛ് ഭാരത് മിഷന് അതേ വർഷം തുടക്കം കുറിച്ചു. പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷൻ നൽകുന്ന ഉജ്ജ്വല യോജന 2016-ൽ സ്വീകരിച്ച വിപ്ലവകരമായ തീരുമാനമാണ്. കള്ളപ്പണക്കാരുടെ നട്ടെല്ലൊടിച്ച നോട്ട് നിരോധനവും ഇതേ വർഷം ധൈര്യപൂർവ്വം നടപ്പാക്കി. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി 50 കോടി പേരെ ഉൾക്കൊള്ളുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് 2018-ൽ പ്രഖ്യാപിച്ചു. എല്ലാ വീടുകളിലും കുടിവെള്ളം എന്ന ലക്ഷ്യവുമായി 2019-ൽ ഹർ ഘർ ജൽ, ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കി. സാമ്പത്തികം, ധനകാര്യം, കാർഷികം, ഗ്രാമവികസനം തുടങ്ങി നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ രാജ്യത്ത് ചുരുക്കം. രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ വലിയ തോതിൽ ശക്തി പകർന്നു. 75-ാം വയസ്സിലും തളർച്ചയില്ലാത്ത നെടുനായകത്വം. 2017-ൽ ഏകീകൃത നികുതി സംവിധാനം എന്ന ആശയം മുൻനിർത്തി GST അവതരിപ്പിച്ചു. കാലോചിതമായി 2025-ൽ അത് പരിഷ്കരിച്ചു. ആഭ്യന്തര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മെയ്ക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ സേവനങ്ങളും ക്യാഷ്ലെസ് ഇടപാടുകളും വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾ നടപ്പാക്കി വിജയിപ്പിച്ചു. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിലൂടെ കർഷകർക്ക് വിള ഇൻഷുറൻസ് ഉറപ്പാക്കി. PM കിസാൻ നിധിയിലൂടെ കർഷകർക്ക് നേരിട്ട് പണം അക്കൗണ്ടിലേക്ക് എത്തിച്ചു. നഗരവികസനത്തിനായി സ്മാർട്ട് സിറ്റീസ് മിഷൻ, എല്ലാവർക്കും വീട് ലഭിക്കുന്നതിനായി PMAY പദ്ധതി തുടങ്ങിയവ നരേന്ദ്രമോദിയുടെ സംഭാവനകളാണ്. വിദ്യാഭ്യാസ യുവജന സംരക്ഷണ മേഖലയിൽ ബേഠി ബചാവോ ബേഠി പഠാവോ പദ്ധതിയും വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നരേന്ദ്രമോദിയുടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതികളാണ്. PM ഗതിശക്തി എന്ന പേരിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകീകൃത വികസനം ലക്ഷ്യമിട്ട് നൂതന പദ്ധതി ആവിഷ്കരിച്ചതും നരേന്ദ്രമോദി തന്നെ. ഹിന്ദുത്വം, രാഷ്ട്രസുരക്ഷ എന്നീ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചു പോരുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് മുതൽ അയോധ്യ, രാമക്ഷേത്രം വരെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ഇക്കാര്യം കാണാം. 75-ാം വയസ്സിലും കിതയ്ക്കാതെയുള്ള കുതിപ്പ്. ഹിന്ദുത്വം എന്ന ആശയത്തിലൂന്നി ദേശീയത മുൻനിർത്തിയുള്ള ഭരണമാണ് നരേന്ദ്രമോദിയുടെ മുഖമുദ്ര. 500 ആണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ നടന്ന അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഇക്കാര്യം അടിവരയിടുന്നു. 2016 സർജിക്കൽ സ്ട്രൈക്ക്, 2019 ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് എന്നിവയിലൂടെ ഭീകരവാദത്തിനെതിരെ മുഖമടച്ച അടി നൽകാൻ നരേന്ദ്രമോദിക്കായി. പഹൽഗാമിൽ ഏറ്റവും ഒടുവിൽ നൽകിയ തിരിച്ചടി പാകിസ്ഥാനും ഭീകരരും ഒരു കാലത്തും മറക്കില്ല എന്ന കാര്യം ഉറപ്പ്. മതപീഡിത ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വ സൗകര്യം ഉറപ്പാക്കിയ 2019-ലെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ചരിത്രപരമെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. 2047-ൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള ദൗത്യ പദ്ധതിയായ വികസിത് ഭാരത്
ഈ രാജ്യത്തെ യുവജനതയ്ക്ക് മുൻപാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ശക്തമായ ആശയമാണ്. 75 വയസ്സ് എന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വെറും സംഖ്യ മാത്രമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ചങ്കുറപ്പും അത് നടപ്പാക്കുന്നതിലുള്ള ദൃഢനിശ്ചയവും യുവാക്കളെ പോലും തോൽപ്പിക്കുന്നതാണ്. ഇനി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ അതിൽ നരേന്ദ്രമോദിക്ക് മുൻപും നരേന്ദ്രമോദിക്ക് ശേഷവും എന്നാകും വിശേഷിപ്പിക്കപ്പെടുക. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.